മക്കളെ പി എസ് സിയിലെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്ലോക്ക് എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പം ക്ലോക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്പ് 1 നിങ്ങൾ എഴുതിക്കണം, ബുക്ക് എടുക്കുക, ബുക്കിൻ്റെ സൈഡിൽ ഡേറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ടൈപ്പ് 1 എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കും കേട്ടോ. ടൈപ്പ് 1 ഇത് ഒന്നാമത്തെ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ആണേ, കേട്ടോ. ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, സമയം എന്ന് പറയുന്നത് 7:20. ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര? ഒരു ക്ലോക്കിലെ സമയം തന്നിട്ടുണ്ട് 7:20. ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ശരിയല്ലേ? ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണാടിയിലെ പ്രതിബിംബം ചോദിച്ചാൽ മക്കളെ 11 മണിക്ക് താഴെയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു 11.60, ഈ നമ്പർ മറക്കല്ലേടാ, ഈ നമ്പർ മറക്കല്ലേ. 11.60 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് നമ്മുടെ ഈ സമയം എന്ത് ചെയ്താൽ മതി, ഈ സമയം അങ്ങ് കുറച്ചാൽ മതി. സമയം എന്ന് പറയുന്നത് എത്ര? 7.20. ഇത് കുറച്ചാൽ ആൻസർ കിട്ടും. 0, 4, 11 7 പോയി എത്ര മക്കളെ? 4. അതായത് ആൻസർ എത്ര? പ്രതിബിംബം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4.40 ആയിരിക്കും. മനസ്സിലായോ? 4.40 ആയിരിക്കും പ്രതിബിംബം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? എളുപ്പമല്ലേ? ഒന്നുമില്ല, നമുക്ക് സമയം തന്നാൽ 11 മണിക്ക് താഴെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 11.60 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഈ ടൈം അങ്ങ് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോടാക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചോദിച്ചത്? സമയം 9:30. ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര എന്നാണ് ചോദിച്ചത്, ശരിയല്ലേ? സമയം എത്ര ആണെന്നേക്കുന്നേ? 9:30. മക്കളെ 9:30 ആകുമ്പോൾ 11 മണിക്ക് താഴെയല്ലേ സമയം എന്ന് പറയുന്നത്? 11 മണിക്ക് താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 11.60 നിന്ന് നമ്മളെ സമയം കുറയ്ക്കുമല്ലേ? 9.9 കുറച്ചു എന്ന് വിചാരിച്ചോ. 0.3.2 മക്കളെ 2:30 എന്നുള്ള സമയം നമ്മുടെ ഓപ്ഷനിലുണ്ടോ? അതാ കിടക്കുന്ന ഓപ്ഷനിൽ. അപ്പം ആൻസർ ശരിയാ. എന്ത് ചെയ്താൽ മതി? ഒരു 11.60 എന്ന് പറയുന്ന നമ്പർ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ? പ്രതിബിംബം നമുക്ക് സൂപ്പറായിട്ട് കണ്ടുപിടിക്കാം. സെറ്റല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സമയം 11:20. നമ്മളെ അടുത്ത ടൈപ്പാണ് കേട്ടോ, നിങ്ങൾ സൈഡിലോട്ട് എഴുതിക്കണം കേട്ടോ. ടൈപ്പ് 2 എന്ന് എഴുതിക്കണം കേട്ടോ. ടൈപ്പ് 2 കേട്ടോ. നമ്മൾ എന്താ ചോദിച്ചേക്കുന്നത്? സമയം 11:20. സമയം എത്ര വന്നേക്കുന്നത്? 11:20. ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളെ 11:20 എന്ന് പറയുന്നത് 11 മണിയേക്കാളും കൂടുതലോ കുറവാ? കൂടുതലല്ലേ? കൂടുതലാകുമ്പോൾ കുറവായിരുന്നെങ്കിൽ നമുക്കറിയാം 11.60 നിന്ന് കുറച്ചാൽ മതി, ശരിയല്ലേ? ആണ്. ഇപ്പോൾ 11 മണിയിൽ നിന്നും കൂടുതലല്ലേ? 11 മണിയിൽ നിന്നും കൂടുതലല്ലേ? അപ്പം നിങ്ങൾ കുറയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23.60 നിന്ന് വേണം കുറയ്ക്കാൻ. 23 മക്കളെ 11ൻ്റെ റെയിൽവേ ടൈം അല്ലേടാ മക്കളെ 23 എന്ന് പറയുന്നത്, ശരിയല്ലേ? അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ചേട്ടാ. 23.60 നിന്ന് ആരെ കുറയ്ക്കുക? ഈ പറഞ്ഞ ഐറ്റത്തിനെ കുറയ്ക്കുക. 4.21. മക്കൾ എത്ര സമയം? 12:40. ഈ സമയം എവിടെയെങ്കിലും ഉണ്ടോ? കിടക്കുന്ന ഓപ്ഷനിൽ. ഇത്രയേ ഉള്ളൂ പരിപാടി. സെറ്റായോ? അതായത് 11 മണിയിൽ കൂടുതലാണെങ്കിൽ 23.60, 11 മണിയിൽ താഴെയാണെങ്കിൽ 11.60. നമുക്കറിയാം. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. അപ്പോൾ ടൈപ്പ് 1ഉം 2ഉം സെറ്റായില്ലേ? നമുക്കെങ്കിൽ അടുത്തത് ടൈപ്പ് 3യിലോട്ട് പോയാലോ? നിങ്ങൾ ബുക്കിൻ്റെ സൈഡിലോട്ട് എഴുതിയേ മക്കളെ. ടൈപ്പ് 3 എന്ന് എഴുതിയതാ. ടൈപ്പ് 3 എന്ന് എഴുതിയേ. ടൈപ്പ് 3 ആണെടാ. ടൈപ്പ് 3 ആണേ. അടുത്ത ക്വസ്റ്റ്യൻ ആണേ ടൈപ്പ് 3. കണ്ടോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ, സമയം 7. ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര എന്നാ ചോദിച്ചിരുന്നത്, ശരിയല്ലേ? ആണ്. മക്കളെ കേട്ടോണേ. അതായത് നമ്മുടെ ഇവിടെ നോക്കണം മക്കളെ. ഈ സമയം എന്ന് പറയുന്നത് പക്ക ടൈമല്ലേ? 7 എന്ന് പറയുന്നത് പക്ക ടൈമല്ലേ? ആണ്. ഈ വേറെ അടുത്തത് 5 എന്ന് പറയുന്ന പക്ക ടൈമല്ലേ? 4 എന്ന് പറയുന്ന പക്ക ടൈമല്ലേ? 4 മണി എന്ന് പറയുന്ന പക്ക ടൈമല്ലേ? അങ്ങനെ പക്ക ടൈം ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ 12ൽ നിന്നും ഈ 7 കുറയ്ക്കണം. മനസ്സിലായില്ലേ? 5. ഇതാണ് ആൻസർ. 5 ഇവിടെ കിടക്കുന്നു. 5. പക്കാ ടൈം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 6ൽ നിന്നും കുറയ്ക്കണം, 12ൽ നിന്നും കുറയ്ക്കണം. അതായത് 11 മണിയിൽ നിന്നും താഴെ ചോദിച്ചാൽ 11.60 നിന്നും കുറയ്ക്കണം. 11 മണിയിൽ കൂടുതൽ ചോദിച്ചാൽ എന്ത് ചെയ്യണം? 23.60 നിന്നും കുറയ്ക്കണം. പക്കാ ടൈം ചോദിച്ചാൽ, എക്സാക്ട് ടൈം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണോടാ? 12ൽ നിന്നും കുറയ്ക്കണം. ഇത് പഠിച്ചു വെച്ചോണം. ക്ലിയർ അല്ലേ? സെറ്റല്ലേ? ഓക്കെ.
അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ താണ്ടേ ചോദിച്ചേക്കുവാണേ. സമയം 3 മണി. ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബം എത്രയാണെന്ന് ചോദിച്ചത്. നമുക്കറിയാലോ എക്സാക്ട് ടൈം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 6-ൽ നിന്ന് കുറയ്ക്കും. 12-ൽ നിന്നും കുറയ്ക്കും നമ്മുടെ സമയത്തിനെ. 12-ൽ നിന്നും മക്കളെ 3 പോയ എത്ര ആടാ? 9. ഈ 9 ഓപ്ഷനിലുണ്ടോ? 6, അതാ കിടക്കണം 9. ഇതാണ് മക്കളെ പരിപാടി. സെറ്റായോ? അപ്പം നമ്മൾ ഇത്രയും പഠിപ്പിച്ച ടൈപ്പ് ക്ലിയർ ആയേ? പക്ക ടൈപ്പുകളാണേ, ക്ലിയർ ആണേ, സെറ്റാണേ എങ്കിൽ നമ്മൾ അടുത്തയിലോട്ട് പോവുകയാണേ. ഇതാ കേട്ടോ, അടുത്ത ടൈപ്പ്. നമ്മൾ അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ. അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൊടുക്കാം ടൈപ്പ് 4 എന്ന് കൊടുക്കാടാ. ടൈപ്പ് 4 കേട്ടോ. ഇത് പുതിയ ടൈപ്പാണ്. നിങ്ങൾ ടൈപ്പ് 4 എന്ന് എഴുതണം കേട്ടോ. ടൈപ്പ് നമ്മൾ 3 ടൈപ്പ് പഠി സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ. അടുത്ത ടൈപ്പ് ശ്രദ്ധിച്ചേക്കണേ. ഒരു ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം, പ്രതിബിംബത്തിലെ ടൈം തന്നിട്ടുണ്ട് 4:10. എങ്കിൽ യഥാർത്ഥ സമയം എത്ര? ഇവിടെ തിരിച്ച് ചോദിച്ചേക്കൂടാ മക്കളെ. ഒരു ക്ലോക്കിലെ ഒരു ഗ്ലാസ്സിൽ കൂടെ ഒരു ക്ലോക്കിനെ എടുത്ത് കണ്ണാടി കൊണ്ട് വെച്ച് കേട്ടോ. കണ്ണാടി കൊണ്ട് വെച്ചപ്പം അതിൽ കാണിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:10 കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഒരു ക്ലോക്കിനെ കണ്ണാടി കൊണ്ട് വെച്ചപ്പോൾ കാണിക്കുന്നത് 4:10. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ടൈം എത്രയാണെന്ന് ചോദിച്ചത്. ശരിയല്ലേ? ആണ്. ഓക്കെ. ഒറിജിനൽ ടൈം കാണാൻ ഒന്നുമില്ല. യഥാർത്ഥ സമയം കാണാൻ ഒന്നുമില്ല. പ്രതിബിംബത്തിലെ ടൈം ഇതല്ലേ? പ്രതിബിംബത്തിലെ സമയം എന്ത് ചെയ്താൽ മതി? നമ്മുടെ മറ്റേ 11.60 അറിയാലോ, അതിൽ നിന്നും കുറച്ചാൽ മതി. 4.410. ഇതാ കുറയ്ക്കുകയാണേ. 0.5.750 ആൻസർ. 750 നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ദാ കിടക്കുന്ന. സെറ്റായോ? ഒന്നുമില്ല. പ്രതിബിംബത്തിലെ ടൈം തന്നിട്ട് ക്ലോക്കിലെ ടൈം ചോദിച്ചാൽ നമ്മൾ ചെയ്യും 11.60 നിന്നും നമ്മുടെ ടൈം അങ്ങ് കുറയ്ക്കും. നമുക്ക് ഈ പരിപാടി അറിയാലോ. സെറ്റല്ലേ? ഇതാ നമ്മളെ ഈ ക്വസ്റ്റ്യൻ ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അതാണ്ട് അതേപോലെ ക്വസ്റ്റ്യനാണ്. ഒരു ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിബിംബം 5:30. അതാണ്ട് ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിബിംബമാണ് പറഞ്ഞേക്കുന്നത് 5:30 ആയാൽ അതിൻ്റെ ഒറിജിനൽ ടൈം എത്രയാണെന്നാണ് ചോദിച്ചത്. ശരിയല്ലേ? ഒറിജിനൽ ടൈം. പ്രതിബിംബം തന്നിട്ട് തിരിച്ച് ടൈം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 11.60 നിന്നും എന്ത് ചെയ്യും? നമ്മുടെ ടൈമിനെ കുറയ്ക്കും. നമ്മളെ കുറയ്ക്കുമ്പോൾ എത്ര വരും? 0.3.6. 6:30 ഓപ്ഷനിലുണ്ടോ? ദാ കിടക്കണം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 6:30. സെറ്റല്ലേ? എങ്കിൽ അടുത്ത ടൈപ്പിലോട്ട് നമ്മൾ പോവുകയാണേ. ഓക്കെ അല്ലേ മക്കളുടെ? അടുത്ത ടൈപ്പ് കേട്ടോ. അടുത്ത ടൈപ്പ് എത്ര നിങ്ങൾക്ക് കൊടുക്കണ ടൈപ്പ്? എനിക്കൊന്ന് 5 ആയിരിക്കും. ടൈപ്പ് 5 ആയിരിക്കും. ഇതാ കണ്ടോ, ടൈപ്പ് 5. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആടാ. സമയം 3 മണി. സമയം ഷാർപ്പ് 3 മണി. ശരിയല്ലേ? ക്ലോക്കിൻ്റെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് വെച്ചേക്കുന്നത്. സമയം 3 മണി എന്ന് പറയുമ്പോൾ മക്കളെ ഇതല്ലേടാ? ഇതാ 3 മണി. ഇതാ 3 ഇതാ ഇങ്ങനല്ലേ? 3 മണിയായി കേട്ടോ. 3 മണിയായപ്പം എന്താ ചോദിച്ചേക്കുന്നത്? ഈ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ കോണളവ് എത്രയാണെന്ന് വെച്ചേക്കുന്നത്. നമുക്കത് കാണുമ്പോഴേ ഏകദേശം അറിയാം. അത് എത്രയാണെന്ന് ഫിക്സ് ചെയ്യാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് ടൈം ചോദിച്ചാൽ ആ മണിക്കൂർ സൂചിയെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു 30 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ അല്ലേ മകളെ? ഹവർ സൂചി ഇവിടെ എത്രയാടാ? 3 3 × 30. മകളെ 3 × 30 എത്ര? 90 ഡിഗ്രി. ഇതാണ് ആൻസർ. സെറ്റായോ? അടിപൊളിയായില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. എന്താണോ സമയം തരുന്നത് സമയത്തിനെ അവർ സൂചി എന്ത് ചെയ്താൽ ഒരു 30 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. സെറ്റല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. സമയം 5 മണി. കോണളവ് എത്ര? മണിക്കൂറും മിനിറ്റും തമ്മിലുള്ള കോണളവ് എത്ര? സമയം തന്നിട്ട് കോണളവ് ചോദിച്ചാൽ ആ മണിക്കൂറിനെ നിങ്ങൾ 30 കൊണ്ട് ഗുണിക്കും. അതായത് 5 × 30. മക്കളെ 5 × 30 എത്രടാ? 15 150 ഡിഗ്രി എന്നാണ് ആൻസർ. ഇതാ ഓപ്ഷനിൽ കിടപ്പൂലേ? ഇതാ കിടക്കുന്ന ഓപ്ഷനിൽ. ഇത്രയേ ഉള്ളൂ പരിപാടി. സെറ്റല്ലേ? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയാൽ നിങ്ങൾ സെറ്റായി പക്കയായിട്ടാ. മക്കളെ അടുത്ത ടൈപ്പ് കൊടുത്തോണം കേട്ടോ. അടുത്ത ടൈപ്പ് കേട്ടോ. അടുത്ത ടൈപ്പ് 6 അല്ലേ? അടുത്ത ടൈപ്പ് 6 കേട്ടോ. നിങ്ങൾ അടുത്ത ടൈപ്പ് ആയിട്ട് കൊടുക്കണേടാ. ശ്രദ്ധിക്കണം, ടൈപ്പാട്ടോ, വേറെ ടൈപ്പാട്ടോ. ശ്രദ്ധിക്കണേ. ഇതാണ് ക്വസ്റ്റ്യൻ. സമയം എത്ര മണിയായി? 7 മണി. സമയം എത്രയായി? 7 മണിയായി. സമയം 7 മണിയായപ്പോഴാ എത്രയാണ് ഈ മിനിറ്റും മണിക്കൂറും തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം സമയം തന്നിട്ട് കോണളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മണിക്കൂർ സൂചിയെ 30 കൊണ്ട് ഗുണിക്കും. ശരിയല്ലേ? അതൊക്കെ അങ്ങനെ തന്നെ ചെയ്താൽ മതി.
7 × 30 മക്കൾ എത്ര വന്നടാ? 210 ഡിഗ്രി എന്ന് വരും. ശരിയല്ലേ? നിങ്ങൾ ഇത്രയും ചെയ്ത് ശരിയാ. ഉറപ്പായിട്ട് ചിലപ്പോൾ ഓപ്ഷനിലൊക്കെ കണ്ടു കളയും കേട്ടോ. ചിലപ്പോൾ ഈ 220 പകരം 210 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കും. നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷനിൽ പോയി വേഗം പോയി അടിക്കും. അങ്ങനെയല്ല, ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. തന്നേക്കുന്ന കോണളവ് ശ്രദ്ധിക്കണം, നിങ്ങൾ ബുക്കിൽ എഴുതണേടാ. തന്നേക്കുന്ന കോണളവ് 180 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ 180 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 180 ഡിഗ്രിക്ക് മുകളിൽ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 180 ഇരട്ടി എത്ര? 360 ഡിഗ്രി. മക്കളെ, ഒരു ക്ലോക്കിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 അല്ലേ? ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 അല്ലേ? ആ 360 ഓർത്ത് ചെറിയട്ടാ. അതായത് നമ്മൾ ഇങ്ങനെ കോണളവ് കണ്ടുപിടിക്കുമ്പോൾ H/30 ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് 210 വന്നു. 180 മുകളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നേക്കുന്ന കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കോണളവിനെ എന്ത് ചെയ്യുക? 360 കൊണ്ട് കുറയ്ക്കുക. 210നെ 360 കൊണ്ട് കുറയ്ക്കുക. നിങ്ങൾ കുറയ്ക്കാനൊക്കെ അറിയാമല്ലോ. കുറയ്ക്കുമ്പോൾ എത്ര വരും? 150 എന്ന് വരും. കണക്ക് കഴിഞ്ഞു. 150 എവിടെ നിങ്ങളപ്പോൾ ഉണ്ടോ? എടുക്കുന്ന മനസ്സിലായോ? തന്നേക്കുന്ന സമയം, അതാണ് അടുത്ത ടൈപ്പായിട്ട് ഞാൻ തന്നെ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഒരു ടൈപ്പിൽ അങ്ങ് പഠിപ്പിക്കായിരുന്നു. അടുത്ത ടൈപ്പായിട്ട് തന്നെ ഇരുന്നോട്ടെ. അതായത് ഒരു സമയം തന്നിട്ട് കോണളവ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് നോക്കുമ്പം 180 മുകളിലാണെങ്കിൽ 360 കൊണ്ട് കുറയ്ക്കണം അതിനെ. ഇനി താഴെയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണം, അതുപോലെ അങ്ങ് എഴുതിക്കോ. സെറ്റല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണേടാ. സമയം 9 മണി. സമയം എത്ര മണിയായി? 9 മണിയായി. കോണളവ് എത്ര? നമ്മളെ കോണളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? മണിക്കൂർ സൂചിയെ ആരെ കൊണ്ട് ഗുണിക്കും? 30 കൊണ്ട് ഗുണിക്കും. ഗുണിക്കുമ്പോൾ 9 × 30 മക്കളെ, 9നെ 30 കൊണ്ട് ഗുണിച്ചാൽ 3 27 270 ഡിഗ്രി എന്ന് വരും. ശരിയല്ലേ? ആണ്. ഞാൻ നോക്കിയപ്പോൾ എന്താ 270 എന്ന് പറയുന്നത് 180നേക്കാളും എന്താ വലുതല്ലേ? 180നേക്കാളും വലുതായി. 180 എന്ന് പറയുന്ന ഐറ്റത്തിനേക്കാളും വലുതാ. ശരിയല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 360 ഡിഗ്രിയെ കൊണ്ട് ഈ 270 ഡിഗ്രി അങ്ങ് കുറയ്ക്കും. ഇത് കുറയ്ക്കുമ്പം എത്ര വരുവാടാ? എത്ര വരും? നമുക്കിതാ ഇങ്ങനെ കുറച്ച് നോക്കാം. 90 വരും. 90 ഡിഗ്രി എന്ന് വരും. വന്നോ? 90 ഡിഗ്രി താഴെ കിടക്കുന്ന ഓപ്ഷനിൽ അല്ലേ? സെറ്റല്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ മക്കളേടാ. അടുത്ത ടൈപ്പായിട്ട് എഴുതണേടാ. ടൈപ്പ് 8 എന്നോ. നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ടൈപ്പ് എന്നുള്ളത്. നിങ്ങളിപ്പോൾ എഴുതുമല്ലേ? നോട്ട് എഴുതുമല്ലേ? ടൈപ്പ് 8 ആവാനാണ് ചാൻസ് അല്ലേ? ടൈപ്പ് 8. ശരി, ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ചോദിച്ചതിനെ സമയം 6:30. സമയം എത്ര വന്നേക്കണേ? 6:30. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് വെച്ചിരുന്നത്. മക്കളുടെ സമയം 6. ഇതിൽ മക്കളെ 6 കിടക്കുന്നേ 6 30 വരുമ്പോഴും ഇവിടെ തന്നെയല്ലേ വരുന്നേ? ശരിയല്ലേ? 6:30. അങ്ങനെ വന്നാൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് വെച്ചേക്കുന്നത്. നിങ്ങൾ ചിലപ്പം 0 എന്നൊക്കെ എഴുതി കേട്ടോ. ഒരു സൂചിയുടെ മണ്ടലോട്ടല്ലേ കയറി വരുന്നത്. 0 എന്നൊക്കെ ചിലപ്പോൾ എഴുതി വയ്ക്കും. ശരിയല്ലേ? കോണളവ് എത്ര? കണ്ടുപിടിക്കാം. എങ്ങനെ മക്കളെ കണ്ടുപിടിക്കുന്നത് കണ്ടോണേ, ശ്രദ്ധിച്ച് കേട്ടണേ. എന്താണ് മക്കളെ സമയം തന്നെങ്ങനെ? 6:30. നിങ്ങൾ ശ്രദ്ധിച്ചോ? 2 സൂചിയും മണ്ടയിലല്ലേ വരുന്നേ? 6ഉം 30 എന്ന് പറയുന്ന സാധനം മണ്ടയിലല്ലേ വരുന്നേ? ഒരേ നമ്പറിലല്ലേ വരുന്നേ? ഒരേ നമ്പറിൽ വന്നു കഴിഞ്ഞാൽ ഈ മിനിറ്റിനെ അങ്ങ് തൂക്കണം. മിനിറ്റ് എത്ര? 30 അല്ലേ? 30ൻ്റെ പകുതി എത്ര? 30ൻ്റെ പകുതി മക്കളെ, 30ൻ്റെ പകുതി എത്രടാ? 30ൻ്റെ പകുതി 15 ഡിഗ്രിയാണ് ആൻസർ. ഓപ്ഷനുണ്ടോ നോക്ക്. കിടക്കുന്ന 15. മനസ്സിലായ? സംഭവം ഒരേ സൂചിയിൽ വന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതി അങ്ങ് എടുക്കുക. 6:30. അതിൻ്റെ 30ൻ്റെ പകുതി അങ്ങ് എടുത്താൽ മതി. ഇതൊക്കെ ട്രിക്കുകളാണേ നമ്മൾ പറയുന്നത്. ട്രിക്കുകൾ. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ശരി, മക്കളുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണേ. സമയം 8:40. അപ്പം ഞാൻ ക്ലോക്കൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ചാൽ 8:40 എന്ന് പറയുമ്പോൾ 8 ഇവിടെ വരും. സൂചി ഇങ്ങനെ വരും. 8:40 അതിൻ്റെ മണ്ടേ കൂടെ തന്നെ കയറി വന്നില്ലേ? 8:40 അതിൻ്റെ രണ്ടുപേരും ഒരു സ്പോട്ടിലല്ലേ വരുന്നത്. എങ്കിൽ നമുക്ക് മനസ്സിലായി. അതിൻ്റെ കോണളവിൽ ചോദിച്ചേക്കുന്നത്. കോണളവ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ അങ്ങ് തൂക്കണം. 40ൻ്റെ പകുതി എത്ര മക്കളെ? 40ൻ്റെ പകുതി 20. ഇതാ ആൻസർ. 20 ഡിഗ്രി ഇതാ ഓപ്ഷനിൽ കിടക്കുന്ന. ക്ലിയർ അല്ലേ? എങ്കിൽ മക്കളെ ഇനി ശ്രദ്ധിച്ചോണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യം. അപ്പോൾ ഇത്രയും ടൈപ്പുകൾ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? ഇത്രയും ടൈപ്പുകൾ നിങ്ങൾക്ക് സെറ്റായില്ലേ?
ഡൗട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ക്ലാസ്സിനെ പറ്റി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അവസാനം ഒരു കുഞ്ഞു കാര്യം പറയുക. ഓക്കെ അല്ലേ? ഈ കോണളവ് എന്ന് പറയുന്ന സാധനം ഒന്ന് ഞാൻ പെർഫെക്റ്റ് ടൈമിൻ്റെത് പറഞ്ഞു, ശരിയല്ലേടാ മക്കളെ? ഒന്ന് ഞാൻ പെർഫെക്റ്റ് ടൈമിൻ്റെത് പറഞ്ഞു. ഒന്ന് ഞാൻ പെർഫെക്റ്റ് ടൈമിൻ്റെ പറഞ്ഞു, ശരിയല്ലേ? അതായത് ഇതാ പറഞ്ഞു 3 മണിയാണെങ്കിൽ പെർഫെക്റ്റ് ടൈം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം മണിക്കൂർ സൂചിയെ 30 കൊണ്ട് ഗുണിക്കും, ശരിയല്ലേ? ആണ്. ഇനി ഇത് ഗുണിക്കുമ്പം 180 മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു എന്താ? 360 കൊണ്ട് കുറയ്ക്കും, ശരിയല്ലേ? അതും നമ്മൾ പറഞ്ഞു, അത് നമ്മൾ സെറ്റാക്കി. മക്കളെ ഒരേ സൂചിയിൽ വന്ന ട്രിക്ക് എന്തോടാ? ഒരേ സൂചിയിൽ വന്ന കോണളവൻ്റെ ട്രിക്ക് എന്തോടാ? ആ മിനിറ്റിൻ്റെ പകുതി, ശരിയല്ലേ? മിനിറ്റിൻ്റെ പകുതി, ശരിയല്ലേ? ഇത്രയും കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇനി ഇതൊന്നും പെടാത്തവന്മാരെ ചോദിച്ചാൽ എക്സാമ്പിൾ 7:20 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോണളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നേരം ട്രിക്കൊന്നും പഠിപ്പിച്ചില്ലല്ലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ഇക്വേഷൻ ചുമ്മാ എഴുതിക്കണം കേട്ടോ. ഇതാ ഇക്വേഷൻ 30h മൈനസ് 11/2 മിനിറ്റ്. മറക്കല്ലേടാ. എന്ന് വെച്ചാൽ 30നെ ഈ ഇക്വേഷൻ മറക്കല്ലേ, ഇത് പെട്ടിയിൽ ഇട്ടണം കേട്ടോ. ഇത് അടിപൊളി കേട്ടോ. ഈ പെട്ടിയിലോണം ഇട്ടണം. ഇത് കിടക്കട്ടെ, നിങ്ങൾ മനസ്സിൽ ഓർത്ത് 30h 11/2 മിനിറ്റ്. 30h നമ്മൾ ഗുണിച്ചില്ലേ? എച്ചിനെ 30 കൊണ്ട് ഗുണിച്ചില്ലേ? അതും മൈനസ് 11/2 മിനിറ്റ്, ശരിയല്ലേ മക്കളെ? 30നെ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ മണിക്കൂർ എത്ര? 7 കൊണ്ട് ഗുണിച്ചു മൈനസ് 11/2. മക്കളെ മിനിറ്റ് എത്ര? അവിടെ മിനിറ്റ് സൂചി എത്ര? 20 കൊണ്ട് ഗുണിച്ചു, ശരിയല്ലേ? ആണ്. ഇത് ഗുണിക്കുമ്പോൾ എന്ത് വരും? 3 7 21 210 വന്നു. മൈനസ് മക്കളേടാ ഇതും വെട്ടിക്കൂടെ? 20ൻ്റെ പകുതി എന്ന് പറയുന്നത് ഇവിടെ 10 വരൂലേ, ശരിയല്ലേ? 10 × 11 എന്തുവാ? 110, ശരിയല്ലേ? ഇത് കുറയ്ക്കുമ്പോൾ എന്തോ ആൻസർ? 100 ഡിഗ്രി. കണ്ടോ? 100 ഡിഗ്രി. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ അവസാനം പറഞ്ഞൊരു കുഞ്ഞു ട്രിക്കാണ്. എന്താണ്? ഇതിൻ്റെ കുഞ്ഞൊരു ഇക്വേഷനും ഉണ്ട്. അതായത് നമ്മൾ പഠിപ്പിച്ച നമുക്ക് 2-3 സെക്കൻഡ് കണ്ടുപിടിക്കുന്ന ട്രിക്ക് അറിയാം. ഇനി അതിലൊന്നും ബന്ധപ്പെടാത്ത ഇങ്ങനെയുള്ള ടൈമുകൾ ചോദിച്ചാൽ, ഇങ്ങനെയുള്ള 6:10 ചോദിച്ചാൽ അങ്ങനെ ടൈം, ഇത് ഹോംവർക്കായിട്ട് എടുത്തോണേടാ. ഇങ്ങനെയുള്ള ടൈമൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെയുള്ള ടൈമൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? നമ്മുടെ 30h, നമുക്ക് 30h അറിയാലോ, കാണപ്പെടാം. 30h മൈനസ് 11/2 മിനിറ്റ്. ഇത് വെച്ച് അങ്ങ് ചെയ്താൽ മതി. ഈ എച്ചിന് പകരം 6 മണിക്കൂർ. മിനിറ്റ് സൂചി എത്ര? 10. അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ട് ഈ സെക്ഷൻ ചെയ്യുക മൈനസ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. സെറ്റല്ലേ? അപ്പോൾ ഇത്രയും ടോപ്പിക്ക് സെറ്റാണേ, ക്ലിയർ ആണേ. 17 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചു. ഒരു മാർക്ക് അടിച്ച് ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് എവിടെ പോകും നമുക്കറിയാമല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെങ്കിലും അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്കോട്ട് വരാം.